സോ ആസ് എൻ ആപ്പിൾ യൂസർ നിങ്ങളുടെ മാക്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ ആയിരിക്കാം സ്റ്റോറേജ് ലോ ആയി പോവുക എന്നുള്ളത്. പ്രത്യേകിച്ച് ജങ്ക് ഫയൽസ്, അൺവാണ്ടഡ് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് ക്ലിയർ ആക്കാൻ പോയി ഡേറ്റ ഇങ്ങനെ കുമിഞ്ഞു കൂടി നമ്മളുടെ സ്റ്റോറേജ് ഫില്ലാകുന്നു. ഇത് മാക്കിൻ്റെ പെർഫോമൻസിനാണ് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ ലോഡിംഗ് ടൈം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസ് ഒരു ലാഗി സ്ലഗിഷ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ജങ്ക് ഫയൽസ് റിമൂവ് ചെയ്യാം, അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ്, ഡേറ്റ അൺഇൻസ്റ്റാൾ ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതെല്ലാം വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കിടിലൻ സോഫ്റ്റ്വെയർ ആണ് ടെനോഷയുടെ ക്ലിമിയോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഇതാണ് ടെനോഷയുടെ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ജങ്ക് ഫയൽസ്, സിസ്റ്റം ക്യാഷസ്, ആപ്പ് ലെഫ്റ്റ് ഓവർ, ഇതെല്ലാം നിങ്ങൾക്ക് വൺ ക്ലിക്കിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിനെ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ആൻഡ് ഇതിൽ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. സോ നിങ്ങൾക്കൊരു ബാച്ച് ഓഫ് ഫയൽസിനെ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് അബവ് ഓൾ നിങ്ങൾക്ക് റിയൽ ടൈം മാക്കിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റാറ്റ്സ് നിങ്ങൾക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റ്സ് അവൈലബിൾ ആവുന്നതാണ്. പൊതുവേ ഇതുപോലുള്ള ജങ്ക് ഫയൽസ്, സിസ്റ്റം ക്യാഷസ്, ഇങ്ങനെയുള്ള ഫയലുകളാണ് കുമിഞ്ഞുകൂടി ഡേറ്റ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുന്നത്. അത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിനകത്തും സിസ്റ്റം ഫയൽസിനകത്തൊക്കെ കയറി മെനക്കെട്ട് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ ഈ പറഞ്ഞ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഈസ് ഓഫ് യൂസ് എന്ന് പറയുന്നത്. വൺസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിലേറ്റവും ആദ്യം ജങ്ക് ഫയൽസ് ആണ്. നമ്മൾ ജസ്റ്റ് സ്കാൻ ടാപ്പ് ചെയ്യുക, നമ്മുടെ ഡിവൈസിൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക, ഡിവൈസ് സ്കാൻ ചെയ്യും, ജങ്ക് ഫയൽസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അതിലേറ്റവും ആദ്യമുള്ളത് സിസ്റ്റം ജങ്ക് ഫയൽസ് ആണ്. സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫയൽസ്. ഈ ഫോൾഡേഴ്സിനകത്ത് എന്തൊക്കെ ഫയൽസ് ആണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സിസ്റ്റം ഫയൽസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അൺവാണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അല്ലാത്ത ഫയൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്മാർട്ട് ക്ലീനപ്പ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക, പക്ക ക്ലിയർ ആക്കി തരും. വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിൽ അൺയൂസ്ഡ് ഇൻസ്റ്റാളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ഫയൽസ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, സ്മാർട്ട് ക്ലീനപ്പ് കൊടുത്താൽ ഇങ്ങനെ ഈസിലി ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഇവിടെ നമുക്ക് പർട്ടിക്കുലർ ഡിസ്ക്, അതായത് പെൻ ഡ്രൈവോ തം ഡ്രൈവോ SSD ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈവൻ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഫോൾഡർ മാത്രം സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കാൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസിന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ സിമിലർ ഫോട്ടോസും ഗ്രൂപ്പ് അനുസരിച്ചും ഫയൽ സൈസ് അനുസരിച്ചും നമുക്കിവിടെ ഇമേജസ് കാണാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക. ഇവിടെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കാർഡ് ടു ട്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പെർമനൻ്റ്ലി സെലക്ട് ചെയ്തു, റിമൂവ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ, അങ്ങനെ ഈസിലി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ലാർജർ ഫയൽസും സെയിം ഓപ്ഷൻ തന്നെ സ്കാൻ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ആപ്പ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനാണ്. ഇത് മാക് യൂസേഴ്സിൻ്റെ ഒരു നൈറ്റ്മെയർ ആണ്. കാരണം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. കാരണം അതിന് ലെഫ്റ്റ് ഓവർ ഫയൽസൊക്കെ ധാരാളം കാണുന്നതാണ്. എന്നാൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സോഫ്റ്റ്വെയർ മാക്കിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുത്താൽ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ബൈനറി ഫയൽസ്, പ്രിഫറൻസ്, അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഒരൊറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അൺഇൻസ്റ്റാൾ ടാപ്പ് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി ആൻഡ് സിംപ്ലി സോഫ്റ്റ്വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡേ ടു ഡേ നിങ്ങളുടെ മാക്കിൻ്റെ പെർഫോമൻസ് ക്ലിയർ ആക്കി വെക്കാൻ, പ്രത്യേകിച്ച് ജങ്ക് ഫയൽസ്, ക്യാഷ് ഫയൽസ്, അതോടൊപ്പം സോഫ്റ്റ്വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാം സാധിക്കുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയറാണ് ടെനോഷയുടെ ക്ലിമിയോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഇത് പെയ്ഡ് ആപ്പാണ്, പക്ഷേ നിങ്ങൾക്ക് 14 days ഫ്രീ ട്രയൽ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നുണ്ടെങ്കിൽ മാത്രം ഇത് പർച്ചേസ് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ, ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മെലൻ. Catch you guys in the next one. Until then, peace.